Hello my dear souls, welcome back to my YouTube channel Tarot Mitra. ഒരുപാട് നാൾക്ക് ശേഷമാണ് ഒരു യൂട്യൂബിൽ വീഡിയോ ചെയ്യുന്നത്. കാരണം വേറൊന്നുമല്ല, ഇപ്പോൾ കുറച്ച് നാളായിട്ട് വീഡിയോസ് എല്ലാം തന്നെ ലൈവ് റീഡിംഗ് ആണ് ചെയ്യുന്നത്. റീഡിംഗ് ഒക്കെ തന്നെ ഫ്രീ ആയിട്ട് റീഡിംഗ് ആണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ആരെങ്കിലും ഇതുവരെ ലൈവ് റീഡിങ്ങിൽ പങ്കെടുക്കാത്ത ആരെങ്കിലും ഉണ്ടെങ്കിലും നിങ്ങൾക്ക് ഇനി ആയാലും ലൈവ് റീഡിങ്ങിൽ വരാവുന്നതാണ്. കാരണം ലൈവ് റീഡിങ് ചെയ്യുന്നത് ഫ്രീ ആയിട്ടുള്ള റീഡിംഗ് ആണ്, പെയ്ഡ് അല്ല. ലൈവ് റീഡിങ് ചെയ്യുന്നതുകൊണ്ടാണ് കളക്റ്റീവായിട്ടുള്ള റീഡിങ്ങും ഇടാത്ത. ഇപ്പം പിന്നെ കുറച്ച് പേര് പറഞ്ഞു അവർക്ക് ലൈവ് റീഡിങ്ങും കൂടെ തന്നെ ഷോർട്ടായി പോകുന്നുണ്ട്, നോർമലായിട്ട് റീഡിങ് വേണം എന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് ഇപ്പോൾ വീഡിയോ ഇപ്പോൾ ചെയ്യാൻ കാരണം. നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുടെ ഫോട്ടോ നോക്കിയിട്ട് എന്താണ് നിങ്ങളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാറുള്ളത്. അത് നിങ്ങളോട് റിലേഷൻഷിപ്പിൽ ഇരിക്കുന്നവരായാലും നോ കോണ്ടാക്റ്റ് ഉള്ളവരായാലും, അതേപോലെ തന്നെ നിങ്ങളുടെ പേഴ്സണായിട്ട് ഒരു ബ്രേക്കപ്പ് സിറ്റുവേഷനിൽ ഇരിക്കുകയെന്നുണ്ടെങ്കിലും ഏത് നിങ്ങളുടെ സിറ്റുവേഷൻ, കറണ്ട് സിറ്റുവേഷൻ ഏതായാലും നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ റെസണേറ്റ് ആവുന്നുണ്ടെങ്കിൽ നിങ്ങൾ കാണുക. റെസണേറ്റ് ആവാത്ത കാര്യങ്ങൾ നിങ്ങളുടെ റീഡിംഗ് ആയിരിക്കും എന്ന് പറഞ്ഞ് അടിച്ചേൽപ്പിക്കാതിരിക്കുക. നിങ്ങൾക്കത് റീഡിങ് കേൾക്കുന്ന സമയത്ത് നിങ്ങളുടെ സിറ്റുവേഷനായിട്ടും നിങ്ങളുടെ സയൻസായിട്ടൊക്കെ കണക്റ്റ് ആവുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കുള്ള വീഡിയോ ആയിരിക്കും ഇത്. ഇല്ലെന്നുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോ സ്കിപ്പ് ചെയ്യുക. അതേപോലെ തന്നെ വീഡിയോ കാണുന്നതിന് മുന്നേ ആദ്യമായിട്ടായാലും എൻ്റെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ വെൽക്കം ടു മൈ ചാനൽ. അതേപോലെ തന്നെ എൻ്റെ ഫാമിലിയോട് ഒരുപാട് ബിഗ് താങ്ക് യു. നിങ്ങളിപ്പോഴും സപ്പോർട്ട് ചെയ്യുന്നതിനും ലൈവ് റീഡിങ്ങിൽ പോലും ഓരോരുത്തർ വന്ന് അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്, നിങ്ങൾക്ക് റിസൾട്ട് കിട്ടുന്ന റീഡിങ്സ് ഇഷ്ടപ്പെടാറുള്ളതെന്നൊക്കെ പറയുന്നുണ്ട്. അതിലൊക്കെ തന്നെ ഒരുപാട് താങ്ക് യു. നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് കടക്കാം. നിങ്ങളുടെ പേഴ്സണായിട്ട് നിങ്ങൾക്കൊരു കോണ്ടാക്റ്റ് ഉണ്ടായിരിക്കണം. ഞാൻ പറഞ്ഞു, ഈ ഒരു സിറ്റുവേഷൻ ആണെന്നെങ്കിലും ഏത് സിറ്റുവേഷൻ ആണെങ്കിലും ഓക്കെയാണ്. പക്ഷെ ആ പേഴ്സൻ്റെ കയ്യിലും നിങ്ങളുടെ ഫോട്ടോ മസ്റ്റായിട്ട് ഉണ്ടായിരിക്കണം. മനസ്സിലായി? നിങ്ങളിപ്പോൾ ക്രഷ് ആണെങ്കിൽ പോലും ആ ഒരു ക്രഷിൻ്റെ കയ്യിൽ നിങ്ങളുടെ അറ്റ്ലീസ്റ്റ് ഒരു ഫോട്ടോ എങ്കിലും ഉണ്ടായിരിക്കും. നിങ്ങൾ സോഷ്യൽ മീഡിയ വഴി കണ്ടുമുട്ടിയിട്ടുള്ളവരോ നേരിട്ട് പരിചയമില്ലാത്തവരോ ഒക്കെ ആണെങ്കിലും യാതൊരു പ്രശ്നവുമില്ല. പക്ഷേ ആ പേഴ്സൻ്റെ കയ്യിൽ നിങ്ങളുടെ ഒരു ഫോട്ടോ ഉണ്ടായിരിക്കേണ്ട മസ്റ്റാണ്. എങ്കിൽ മാത്രമേ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് കാണുന്നതിലൂടെ പ്രയോജനം ഉണ്ടാകത്തുള്ളൂ. ആ ഒരു പേഴ്സൻ്റെ ഫീലിങ്സും അവർക്ക് എന്താണ് നിങ്ങളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ളത്, അല്ലെങ്കിൽ നിങ്ങളിൽ നിന്ന് ഹൈഡ് ചെയ്ത് വെച്ചിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ അവരുടെ മനസ്സിലുള്ള കാര്യങ്ങളൊക്കെ തന്നെ കൃത്യമായിട്ട് അറിയാൻ വേണ്ടി പറ്റത്തുള്ളൂ. ഫസ്റ്റ് തന്നെ നിങ്ങൾക്ക് വന്നിരിക്കുന്ന കാർഡ് എന്ന് പറയുന്നത് ലവേഴ്സിൻ്റെ കാർഡാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഈ ഒരു വീഡിയോ കാണുന്ന പലരും എനിക്ക് തോന്നുന്നു ഓവറോൾ പലരുടെയും എനർജി എന്ന് പറയുന്നത് സോൾമേറ്റ് അല്ലെങ്കിൽ ട്വിൻ ഫ്ലെയിം ചെയിനിലുള്ളവരാണ് നിങ്ങൾ ഒരുപാട് പേര്. കാരണം നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോട് വളരെയധികം കണക്റ്റായിട്ട് നിൽക്കുന്ന ഒരു വ്യക്തിയാണ്. നിങ്ങൾ ഈ ഒരു ജന്മത്തിൽ കണ്ടുമുട്ടേണ്ട വ്യക്തികളായിരുന്നു. ഓൾറെഡി യൂണിവേഴ്സ് നിങ്ങളൊരു കാര്യം ഓൾറെഡി ഡിസൈഡ് ചെയ്തിട്ടുള്ളൊരു കാര്യമായിരുന്നു. നിങ്ങൾ ഈ ഒരു ജന്മത്തിൽ കണ്ടുമുട്ടിയതിന് ഒരുപാട് കാരണങ്ങളുള്ള വ്യക്തികളാണ് കേട്ടോ. അതേപോലെ തന്നെ നിങ്ങളുടെ പേഴ്സൺ ഇത് കാണുന്ന വ്യക്തി ലൈക്ക് വുമണോ മെന്നോ ആവാം, ഏത് ജെൻഡറിൽ നിന്നായാലും നിങ്ങളുടെ പേഴ്സൺ ഒരു ടാറ്റു, ഒരു സൈനായിട്ട് ഇവിടെ ഇങ്ങനെ വന്നിരിക്കുന്ന ഒരു കാര്യമാണ്. ടാറ്റു ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു വീഡിയോ റെസണേറ്റ് ആയിട്ട് എടുക്കാവുന്നതാണ്. നിങ്ങളുടെ പേഴ്സൺ ഏതെങ്കിലും രീതിയിൽ ടാറ്റു അവിടെ ചെയ്തിട്ടുണ്ടെങ്കിൽ, കാരണം ഇവിടെ ടാറ്റു ഒരു സൈനായിട്ട് ഇവിടെ വരികയും ചെയ്തിട്ടുണ്ട്. ഓക്കെ, നിങ്ങളുടെ പേഴ്സണിന് എന്താണ് നിങ്ങളുടെ ഫോട്ടോ അവർ നോക്കിയിട്ട് സംസാരിക്കുന്നത് എന്നുള്ളൊരു കാര്യം നോക്കാം. അവർ ഒരു സമയത്ത് നിങ്ങളോട് പറയാൻ ഭയങ്കര ഒരു പൊസസീവ്നെസ് അവർക്കിവിടെ ഫീൽ ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ കാര്യത്തിൽ ഭയങ്കര രീതിയിലൊരു പൊസസീവ്നെസ് അവർക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അവർ നിങ്ങളോട് ഒരുപാട് രീതിയിൽ പ്രണയം അവർക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. പക്ഷെ നിങ്ങളോടത് എക്സ്പ്രസ് ചെയ്ത് നിങ്ങളോട് തോന്നുന്ന ആ ഒരു ഫീലിങ്സ് അവർക്ക് എക്സ്പ്രസ് ചെയ്ത് പറയാൻ അവർക്ക് ഭയങ്കര രീതിയിലൊരു തടസ്സം അവരുടെ മുന്നിലുള്ള പോലെ അവർക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഇതിനകത്ത് ഒരുപാട് പേര് നിങ്ങൾക്ക് ആ വ്യക്തിയോട് ഒരു ക്രഷ് ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾ തമ്മിൽ ഫ്രണ്ട്സായിട്ടിരിക്കുന്നുണ്ട്, പക്ഷെ നിങ്ങൾക്ക് ആ വ്യക്തിയോട് പ്രണയം ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ ഈ വ്യക്തിക്കും അതേപോലൊരു ഫീലിംഗ് ആണ് നിങ്ങളോടും തോന്നുന്നത്. നിങ്ങളോടും അതേ രീതിയിൽ അവർക്കൊരു പ്രണയം ഫീൽ ചെയ്യുന്നുണ്ട്. അവരുടെ ഒരു ലൈഫ് പാർട്ട്ണറായിട്ട് നിങ്ങളെ കാണാൻ ആഗ്രഹിക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഇവിടെ പലരും കല്യാണം കഴിഞ്ഞിട്ടുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളുടെ പാർട്ട്ണർ നിങ്ങളെ ഒരു വുമൻ്റെ എനർജിയിലൂടെ വന്നിരിക്കുന്നത് നിങ്ങളൊരു അമ്മയെ കാണാൻ വേണ്ടിയിട്ട്, ഒരു പ്രഗ്നൻറ്റ് ലേഡിയായിട്ട് കാണാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ പാർട്ട്ണർ ഒരുപാട് രീതിയിൽ ആഗ്രഹിക്കുന്ന ഒരു എനർജി ഇവിടെ ഉണ്ട്.
മേ ബി നിങ്ങൾക്ക് ചിലപ്പോൾ ഈ ഒരു ടൈം പീരീഡിൽ പ്രഗ്നൻ്റ് ആവാനോ അല്ലെങ്കിൽ അതിനുള്ള ആഗ്രഹമോ അല്ലെങ്കിൽ അതിനൊരു തയ്യാറെടുപ്പോ നിങ്ങൾക്ക് ചിലപ്പം പറ്റില്ലെന്ന് പറഞ്ഞിട്ടുണ്ടായിരിക്കും. പക്ഷെ നിങ്ങളുടെ പാർട്ണർ ഒരുപാട് രീതിയിൽ ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങളൊരു പ്രഗ്നൻ്റ് ലേഡിയായിട്ട് കാണണമെന്നോ അവരുടെ ഒരു കുഞ്ഞിനെ വേണം എന്നൊരു കാര്യം നിങ്ങളുടെ പാർട്ണറോട് ഒരുപാട് ഇതായിട്ട് ആഗ്രഹിക്കുന്നതായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. സോ അതേപോലെ തന്നെ ഇവിടെ നിങ്ങളുടെ പാർട്ണർ നിങ്ങളുടെ കാര്യത്തിൽ ഒരുപാട് പൊസസീവ്നെസ് അവർക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അതായത് നിങ്ങൾ ഈ ഒരു ബന്ധത്തിൽ നിന്ന് മറ്റൊരു വ്യക്തിയെ കൊണ്ടുവരുമോ അല്ലെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും രീതി അവരോട് എന്തെങ്കിലും ചീറ്റിങ് ചെയ്യുമോ എന്നൊരു ഭയം അവർക്കുള്ളിൽ ഫീൽ ചെയ്യുന്നുണ്ട്. അത് അവരുടെ ഒരു ക്യാരക്ടർ അങ്ങനെയാണ്. അതായത് അവർക്ക് പാസ്റ്റിൽ നിന്ന് ലൈഫിൽ നിന്ന് കിട്ടിയിട്ടുള്ള ചിലപ്പോൾ അവരുടെ പാസ്റ്റ് റിലേഷൻഷിപ്പിൽ നിന്നായിരിക്കാം, ഫ്രണ്ട്ഷിപ്പിൽ നിന്നായിരിക്കാം, ഒരുപാടിടത്ത് നിന്ന് അവർക്ക് ഒരുപാട് ചതിയും കാര്യങ്ങളും എല്ലാം കിട്ടിയിട്ടുണ്ട്. സോ അതിൽ നിന്നെല്ലാം മാറി അവരുടെ ലൈഫിൽ ഒരുപാട് ഹാപ്പി മൊമെൻറ്റ്സ് എല്ലാം ഉണ്ടായത് നിങ്ങൾ അവരുടെ ലൈഫിൽ വന്ന ശേഷമാണ് അവർക്കതെല്ലാം കിട്ടി തുടങ്ങിയത്. സോ അത് നഷ്ടപ്പെട്ടു പോവുമോ, നിങ്ങൾ മറ്റുള്ള വ്യക്തികൾ നിങ്ങളുടെ പേഴ്സണോട് ചെയ്ത പോലെ തന്നെ നിങ്ങളും അവരോട് ചെയ്യുമോ എന്നൊരു കാര്യമാണ് അവർക്കിവിടെ ഒരു ഡൗട്ടായിട്ടുള്ളത്. അവർക്കൊരു ഡൗട്ടായിട്ട് ഫീൽ ചെയ്യുന്നതും ആ ഒരു കാര്യമാണ്. സോ അത് നിങ്ങളോട് പറയണം എന്നുണ്ട്. പക്ഷെ അത് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഉറപ്പായിട്ടും ചോദിക്കും, എന്നെ വിശ്വാസം ഇല്ലാത്തതുകൊണ്ടല്ലേ, ഞാൻ ഇത്ര സ്നേഹിച്ചിട്ട് ട്രസ്റ്റ് ഇല്ലാത്തതുകൊണ്ടല്ലേ, ഇങ്ങനെയൊക്കെ പറയും എന്നൊരു ഭയം കൊണ്ട് നിങ്ങളുടെ പേഴ്സും ചോദിക്കാതിരിക്കുകയാണ്. പക്ഷെ നിങ്ങളുടെ പേഴ്സ് നിങ്ങളോട് വളരെയധികം അഡിക്റ്റായിട്ടാണ് ഇവിടെ കാണുന്നത്. അവർ നിങ്ങളെ അല്ലാതെ മറ്റൊരു വ്യക്തിയെ അവർക്ക് ചൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് കഴിയാതെ അത്രയേറെ അഡിക്റ്റാണ്. നിങ്ങളെക്കുറിച്ചാണ് അവർ ഓൾമോസ്റ്റ് എല്ലാ കാര്യങ്ങളും നിങ്ങളോട് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് അവർ ആഗ്രഹിക്കുന്നുണ്ട്. ഈ ഒരു സമയത്ത് നോൺ കോണ്ടാക്റ്റ് ഇരിക്കുന്ന ഏതെങ്കിലും വ്യക്തികളുണ്ടെങ്കിൽ അവർക്കുള്ള മെസ്സേജ് എന്ന് പറയുന്നത്, നിങ്ങളില്ലാത്തതുകൊണ്ട് നിങ്ങളെ ഒരു നഷ്ടപ്പെട്ടൊരു എനർജി നിങ്ങളുടെ പേഴ്സണോട് ഫീൽ ചെയ്യുന്നുണ്ട്. ഒരു നല്ല രീതി പെയിൻഫുൾ ആവുന്നുണ്ട്. മേ ബി നിങ്ങൾ അവരൊന്ന് ജസ്റ്റ് ഒരു മെസ്സേജോ അല്ലെങ്കിൽ ഒരു കോൾ ചെയ്യാനോ അവർ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട്. അവർക്ക് നിങ്ങളുടെ മുന്നിലേക്ക് വരാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ മുന്നിൽ വന്നൊരു മുഖം കാണിക്കാം, അല്ലെങ്കിൽ നിങ്ങളോട് ചെയ്ത തെറ്റ് ആലോചിച്ചിട്ട് നിങ്ങളുടെ മുന്നിൽ വരാൻ അവർ ഒരുപാട് ഭയപ്പെടുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങളുടെ ഫോട്ടോ നോക്കിയിട്ട് അവർ ഒരുപാട് കരയുന്നുണ്ട്. നിങ്ങളോട് അങ്ങോട്ട് ആവശ്യപ്പെടുകയാണ്, നിങ്ങൾ അവരെ അങ്ങോട്ട് വിളിക്കണം, ഒരു മെസ്സേജ് അയക്കണം, അവർ ഓക്കെ ആണോ എന്ന് ചോദിക്കണം. അങ്ങനെ എന്തെങ്കിലും ഒരു മെസ്സേജ് നിങ്ങളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവാൻ വേണ്ടി അവർ ഒരുപാട് രീതിയിൽ ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങളുടെ പേഴ്സ് നിങ്ങളുടെ ഫോട്ടോ നോക്കിയിട്ട് നിങ്ങളായിട്ട് സ്പെൻഡ് ചെയ്തിട്ടുള്ള ഓരോ മെമ്മറീസും, നിങ്ങൾ പറഞ്ഞിട്ടുള്ള ഓരോ വാക്കുകളും, അതേപോലെ നിങ്ങൾ കൊടുത്തിട്ടുള്ള പ്രോമിസ്, നിങ്ങളുടെ പേഴ്സ് നിങ്ങൾക്ക് തന്നിട്ടുള്ള പ്രോമിസും, ആ കാര്യങ്ങളൊക്കെ ആലോചിക്കുമ്പോൾ ഇപ്പം അതൊന്നും നിങ്ങളോട് ഇല്ല. ആ പേഴ്സണൊരു കാര്യത്തിന് നിങ്ങളോട് നേരിട്ട് വന്ന് നിങ്ങളുടെ ഒരു ശബ്ദം കേൾക്കാനോ അല്ലെങ്കിൽ നിങ്ങളുടെ അഡ്വൈസ് ചോദിക്കാനോ, അല്ലെങ്കിൽ നിങ്ങൾ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾക്ക് അവരോട് ഇടപെടാൻ പോവുക, വഴക്കിടുക, നിങ്ങളെ വിളിക്കുന്നില്ല, സംസാരിക്കുന്നില്ല, കാണാൻ വരുന്നില്ല എന്നൊക്കെ കുഞ്ഞു കുഞ്ഞു പരാതികൾ നിങ്ങൾ പറയുന്ന സമയത്ത് ആ ഒരു സമയത്ത് നിങ്ങളുടെ പേഴ്സൺ ഇതൊന്ന് അക്സെപ്റ്റ് ചെയ്യാനോ അല്ലെങ്കിൽ ഈ ഒരു പറയുന്ന കാര്യങ്ങൾക്കൊന്നും ഒരു വാല്യൂയും കൊടുത്തിരുന്നില്ല. പക്ഷേ ഈ ഒരു സമയത്ത് അവരതെല്ലാം മിസ് ചെയ്യുന്നുണ്ട്. നിങ്ങളില്ലാത്തതിൻ്റെ ഒരു കുറ്റബോധം, നിങ്ങളുടെ ആ ഒരു ചൈൽഡിഷ് ക്യാരക്ടർ അതുവരെ അവർ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട്. കാരണം ഈ ഒരു സമയത്താണ് അവർ കൂടുതലും മനസ്സിലാക്കുന്നത് അവരുടെ ലൈഫിൽ നിങ്ങൾ എത്രത്തോളം റോളായിട്ട് നിന്നിട്ടുണ്ടായിരുന്നു എന്നുള്ളൊരു കാര്യം അവർ ഈ ഒരു സമയത്താണ് മനസ്സിലാക്കുന്നത്. അതേപോലെ തന്നെ ഇവിടെ നിങ്ങളുടെ പേഴ്സ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നുണ്ട്, തേർഡ് പാർട്ടി സിറ്റുവേഷൻ വന്നിട്ടുണ്ട് നിങ്ങൾക്കിടയിൽ. ആ വന്നിരിക്കുന്ന ഒരിക്കലും അവർ മനഃപൂർവ്വം ക്രിയേറ്റ് ചെയ്തൊരു കാര്യമല്ല. അവരറിഞ്ഞു വെച്ചുകൊണ്ട് ഒരു തേർഡ് പാർട്ടി അവരുടെ ലൈഫിലേക്ക് വെൽക്കം ചെയ്തതല്ല. അവർ ലൈഫിലേക്ക് അവരെ പോലും അറിയാതെ ഒരു വ്യക്തി കടന്നു പോയതാണ്. അവരല്ല അതിനുള്ള സാഹചര്യം സൃഷ്ടിച്ചത്. അതെങ്ങനെയോ സംഭവിച്ചു പോയി, അത് അവരുടെ ഭാഗത്തു നിന്ന് വന്ന തെറ്റാണ്. പക്ഷെ നിങ്ങൾ ക്ഷമിക്കണം എന്നൊരു കാര്യമാണ് അവരിവിടെ ആവശ്യപ്പെടുന്നത്. സോ നിങ്ങളത് ക്ഷമിക്കുമെന്നൊരു വിശ്വാസവും ഇവിടെ അവർക്കുള്ളതായിട്ട് കാണുകയും ചെയ്യുന്നുണ്ട്. സോ നിങ്ങൾ തിരിച്ച് വെൽക്കം ചെയ്യാൻ ഈ ഒരു വ്യക്തി ഡീപ്പായിട്ട് ഇവിടെ ആഗ്രഹിക്കുന്നുണ്ട്. കാരണം ആ വ്യക്തി കാത്തിരിക്കുന്ന ഒരു വെയിറ്റിംഗ് എനർജിയാണ് കാണുന്നത്. സോ നിങ്ങളിവിടെ വിചാരിക്കുന്നുണ്ടായിരിക്കും നിങ്ങളുടെ വ്യക്തി നിങ്ങൾക്ക് ഇങ്ങോട്ട് മെസ്സേജ് വരും, വിളിച്ചു വരും എന്നൊരു കാര്യം നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവരെ അങ്ങോട്ട് കോൺടാക്റ്റ് ചെയ്യാം. നിങ്ങളുടെ ഒരു മെസ്സേജ് ചെല്ലേണ്ട താമസമുള്ള വ്യക്തിക്ക് നിങ്ങളിലേക്ക് ഓടി വരാൻ വേണ്ടിയിട്ട്. ആ വ്യക്തിക്കൊരു ഈഗോ ഉണ്ടായിട്ടോ മറ്റു കാര്യങ്ങളും ഉണ്ടായിട്ടല്ല, പക്ഷെ നിങ്ങളുടെ മുന്നിലേക്ക് വരാനുള്ളൊരു ധൈര്യം അവർക്കിപ്പോൾ ഇല്ല. സോ നിങ്ങൾ അങ്ങോട്ട് ചെല്ലുന്നത് കുറച്ചുകൂടെ നല്ലതായിരിക്കും. ആ വ്യക്തിക്ക് അത് കുറച്ചുകൂടെ ഈ ഒരു സിറ്റുവേഷനിൽ, ഈ ഒരു പെയിൻഫുള്ളായിട്ട് സിറ്റുവേഷൻ നിങ്ങളെ വേണം എന്ന് അത്രയേറെ ആഗ്രഹിക്കുന്നുണ്ട് അവർ. അത് നിങ്ങൾ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്, നിങ്ങൾ തിരിച്ചെത്തിയാൽ മാത്രം മതി എന്നൊരു കാര്യമാണ്. സോ നിങ്ങൾ ഒരിക്കലും അവരുടെ മുന്നേ തോറ്റു പോവുകയോ അല്ലെങ്കിൽ നിങ്ങളുടെ സ്നേഹം മനസ്സിലാക്കുന്ന സിറ്റുവേഷനിലേക്ക് നിങ്ങൾ ചെല്ലുകയോ ഒന്നും ആയിരിക്കത്തില്ല അതെന്ന് പറയുന്നത്.
സോ ഉറപ്പായിട്ടും നിങ്ങൾക്ക് നിങ്ങളുടെ വ്യക്തിയിലേക്ക് തിരിച്ച് പോകാം എന്ന ആഗ്രഹമുള്ളവർ ഉറപ്പായിട്ടും പോവാം. ഇല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വെയിറ്റ് ചെയ്ത ആ വ്യക്തി തിരിച്ച് വരാനുള്ള ചാൻസസ് ഉണ്ടോ എന്നും കൂടെ ഞാൻ കാർഡ്സിനകത്ത് നോക്കാം. സോ ഇവിടെ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ചാൻസസ് ഉണ്ട്, പക്ഷേ അത് ഇപ്പോഴും കാർഡ്സ് എന്ന് പറയുന്നത് നിങ്ങൾ തിരിഞ്ഞു പോകുക, നിങ്ങൾ മുന്നോട്ട് അവരിൽ നിന്നൊരു ലെറ്റ് ഗോ പോലെ നിങ്ങൾ മുന്നോട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്നെങ്കിൽ ആ മുന്നോട്ട് പോകുന്ന എനർജിയിൽ നിന്ന് നിങ്ങൾ പുറകിലേക്ക് പുറകോട്ട് പോവുക, അവരെ തിരിച്ച് വിളിക്കുക, നിങ്ങളുടെ ലൈഫിലേക്ക് വീണ്ടും തിരിച്ച് വിളിക്കുക. നിങ്ങൾക്ക് ഒരുമിച്ചൊരു ജീവിതം വീണ്ടും തുടങ്ങാം, ഒരുമിച്ചൊരു ജീവിതം വീണ്ടും നമുക്ക് എല്ലാ കാര്യങ്ങളും മറന്ന് ഒരു ജീവിതം ജീവിക്കാം എന്നൊരു കാര്യം നിങ്ങൾ ആ വ്യക്തിയോട് പറയുക. കഴിഞ്ഞ കാര്യങ്ങളെല്ലാം തന്നെ മറക്കുക, നമുക്ക് പുതിയ ലൈഫാണ് എന്നൊരു കാര്യം നിങ്ങൾ പറഞ്ഞ് ആ വ്യക്തിയെ മനസ്സിലാക്കുക. കാരണം ഇവിടെ 2 കപ്സിൻ്റെ എനർജിയാണ് മാസ്റ്റർ കാർഡായിട്ട് വന്നിരിക്കണം. സോ ഇവിടെ ഉറപ്പായിട്ട് നിങ്ങൾക്ക് ഒരു ബാലൻസ് സിറ്റുവേഷൻ ലൈക്ക് ഒരു ഫ്ലൈയിങ് കളേഴ്സ് പോലെയാണ്. നിങ്ങൾക്ക് ആ കാർഡ് തന്നെ കണ്ടാലറിയാം. സോ ഒരു റെയിൻബോ ആണ് ഇവിടെ സൈനായിട്ട് വന്നിരിക്കുന്നുണ്ടോ, ഒരു റെയിൻബോ പോലെയാണ്. സോ അത്രയ്ക്കും കളർഫുള്ളായിരിക്കും ആ ഒരു വ്യക്തി നിങ്ങളുടെ ലൈഫിലേക്ക് തിരിച്ച് വന്നാൽ നിങ്ങളുടെ ജീവിതം എന്ന് പറയുന്നത്. നിങ്ങൾ ഒരുമിച്ച് മുന്നോട്ട് പോവും, മനസ്സിലായോ? സോ ആ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് നിങ്ങളൊരു എഫേർട്ട് എടുക്കുക. ആ വ്യക്തിയോട് നിങ്ങൾക്ക് എന്തെങ്കിലും രീതിയിൽ ക്ഷമിക്കാൻ പറ്റാത്ത കാര്യങ്ങൾ ആ വ്യക്തി ചെയ്തിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കുക. കാരണം ആ വ്യക്തി നിങ്ങളുടെ ഫോട്ടോ നോക്കി അത്രയേറെ ആഗ്രഹിച്ച് പറയുന്നുണ്ട് തിരികെ വരുമോ. നിങ്ങൾ എത്രത്തോളം ആ വ്യക്തിയുടെ മെസ്സേജ് പ്രതീക്ഷിക്കുന്നുണ്ടോ അതിൻ്റെ ഇരട്ടിയായിട്ട് ആ വ്യക്തി നിങ്ങളുടെ മെസ്സേജ് ഇവിടെ പ്രതീക്ഷിക്കുകയാണ്, നിങ്ങളുടെ ഒരു കോളും പ്രതീക്ഷിച്ചിരിക്കുകയാണ്. അവർക്ക് അതൊന്ന് വെയിറ്റ് ചെയ്യാൻ വേണ്ടി അവർ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട്. സോ നിങ്ങൾ അങ്ങോട്ടൊരു മെസ്സേജ് മാത്രം ചെന്നാൽ മതി. സോ നമുക്ക് കുറച്ച് ക്ലാരിഫിക്കേഷൻ കാർഡ് കൂടെ ഇവിടെ ചെക്ക് ചെയ്ത് നോക്കാം. സോ ഇവിടെ ക്ലാരിഫിക്കേഷൻ കാർഡായിട്ട് പിന്നെ വന്നിരിക്കുന്ന എനർജി ഇവിടെ വീണ്ടും കപ്സിൻ്റെ എനർജി തന്നെയാണ് ഇവിടെ വന്നിരിക്കുന്നത്. സോ ആ വ്യക്തി നിങ്ങളിലേക്ക് വളരെയധികം അട്രാക്റ്റായിരിക്കുകയാണ്. കാരണം നിങ്ങളുടെ ആ ഒരു ക്യാരക്ടറിലോട് നിങ്ങൾ അത്രയും സിമ്പിളായിട്ടൊരു വ്യക്തിയാണ്. അവർ ആഗ്രഹിച്ച പോലെ നിങ്ങളുടെ ചിലപ്പോൾ അവരുടെ അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്ന രീതിയായിരിക്കാം, നിങ്ങളുടെ ഫിസിക്കൽ അപ്പിയറൻസ് ആയിരിക്കാം, നിങ്ങളുള്ള ധൈര്യമായിരിക്കാം, ഒരു കറേജ് ആയിരിക്കാം, ചൈൽഡിഷ് ആയിട്ടുള്ള ക്യാരക്ടർ ആയിരിക്കാം. മറ്റ് വ്യക്തികളോട് നിങ്ങൾ കാണിക്കുന്ന ഒരു കാരണം ഒരു സ്നേഹം, ഒരു ചാരിറ്റി ആയിട്ടുള്ള മൈൻഡ്, അങ്ങനത്തെ എല്ലാ ക്യാരക്ടേഴ്സും നിങ്ങളുടെ ക്യാരക്ടറിനോട് അവർക്ക് ഭയങ്കര അട്രാക്ഷനുണ്ട്. സോ ഈ ഒരു കാലത്ത് അല്ലെങ്കിൽ ഈ ഒരു സമയത്ത് നിങ്ങളിപ്പോൾ ഒരു വ്യക്തിയെ കിട്ടുമെന്ന് പറയുന്നതല്ലേ, അവർ ആഗ്രഹിച്ച പോലൊരു വ്യക്തി അവരുടെ ലൈഫിൽ കിട്ടുമെന്ന് പറയുന്നത് വളരെയധികം ചാൻസ് കുറവായിട്ടുള്ള കാര്യമായിട്ടാണ് അവർ കണക്കാക്കുന്നത്. സോ അങ്ങനത്തെ ഒരു സമയത്താണ് നിങ്ങളെ അവരുടെ ലൈഫിലേക്ക് കിട്ടുകയും അവർ ഈ ഒരു ലൈഫിൽ നിങ്ങളെ നഷ്ടപ്പെട്ടു പോവുകയും ചെയ്തു. സോ നിങ്ങളോട് അവർ പറയാനും ആഗ്രഹിക്കുന്നത് ഇതേപോലൊരു വ്യക്തി എനിക്ക് ഇനിയും വേണം. നിങ്ങളുടെ ഫോട്ടോ കാണുന്ന സമയത്ത് നിങ്ങളോട് ഒരുപാട് അവർ അട്രാക്റ്റ് ചെയ്യുന്നുണ്ട്. നിങ്ങളെക്കുറിച്ച് അപ്ഡേറ്റ്സ് അറിയാൻ വേണ്ടിയിട്ട് അവർ ആഗ്രഹിക്കും. നിങ്ങളുടെ ഫോട്ടോ കാണുമ്പോൾ പുതിയ ഫോട്ടോ വേണമെന്ന് അവരുടെ മനസ്സിൽ ആഗ്രഹം തോന്നി അവർ നോക്കിക്കൊണ്ടിരുന്ന ഫോട്ടോ മാറ്റി വേറെ ഫോട്ടോസൊക്കെ അവർ നോക്കുന്നുണ്ട്. മേ ബി അവരുടെ ഫോണിൽ പോലും സേവ് ചെയ്യാത്ത ഫോട്ടോസ് കാണുമായിരിക്കും. നിങ്ങളുടെ മുന്നിൽ വെച്ച് തന്നെ അവർ എല്ലാ ഫോട്ടോസും ഡിലീറ്റ് ചെയ്യുന്ന സിറ്റുവേഷനും ഉണ്ടായിട്ടുണ്ടായിരിക്കാം. പക്ഷെ അവർ ആരും അറിയാതെ ഒരു ഹിഡനാക്കി വെച്ചിരിക്കുന്ന ഒരു ഗാലറിയിൽ നിന്നാണ് അവർ നിങ്ങളുടെ ഫോട്ടോസ് നോക്കാറുള്ളത്. സോഷ്യൽ മീഡിയാസിൽ നിന്ന് നോക്കാറുണ്ട്, നിങ്ങളുടെ അപ്ഡേറ്റ്സ് അറിയാറുണ്ട്, നിങ്ങൾ എന്തൊക്കെയാണ് അവരുടെ സോഷ്യൽ മീഡിയാസിൽ നിങ്ങൾ ഇടുന്നത്, നിങ്ങളുടെ അപ്ഡേറ്റ്സ് എന്തൊക്കെയാണ്, എല്ലാ കാര്യങ്ങളും. നിങ്ങൾ പുതിയ റിലേഷൻഷിപ്പിലായിട്ടുണ്ടോ, അല്ലെങ്കിൽ നിങ്ങളിപ്പോഴും വ്യക്തിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നുണ്ടോ, ആ വ്യക്തിക്ക് വേണ്ടിയിട്ട് നിങ്ങൾ എന്തെങ്കിലും രീതിയിലുള്ള ഒരു മെസ്സേജസ് കൺവേ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടോ, അങ്ങനെ പല കാര്യങ്ങളും ആ ഒരു വ്യക്തി ഇവിടെ നോക്കുന്നതായിട്ട് ചേസ് ചെയ്യുന്നതായിട്ട് ഇവിടെ കാണുന്നുണ്ട്. സോ ആ വ്യക്തി നിങ്ങളെ വിടാതെ പിന്തുടർന്നുകൊണ്ടത് ഇരിക്കുകയാണ്, മനസ്സിലായേ? അവർ വിടാൻ നോക്കിയിട്ടും ഇവിടെ മറ്റെന്തോ ഒരു എനർജി അവർ ടൈ ചെയ്ത് വെച്ചിരിക്കുന്ന പോലെയാണ് അവർക്ക് ഫീൽ ചെയ്യുന്നത്. സോ ഇതേ ഒരു ഫീലിംഗ് തന്നെ നിങ്ങൾക്കുണ്ടായിരിക്കും. അവർ പറയുന്ന കാര്യങ്ങളൊക്കെ തന്നെ നിങ്ങൾ അറിയുന്നുണ്ടായിരിക്കും. അവർ ഫോട്ടോ നോക്കി ഓരോന്ന് കാര്യങ്ങൾ സംസാരിക്കുന്ന സമയത്തെല്ലാം അവരുടെ മനസ്സിൽ വരുന്ന ഞാൻ ഈ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന കാര്യങ്ങളെല്ലാം എൻ്റെ പാർട്ട്ണറിൻ്റെ മനസ്സിലേക്ക് ചെല്ലണം എന്നൊരു കാര്യം ആവശ്യപ്പെട്ടിട്ടാണ് അവർ ചില കാര്യങ്ങളെല്ലാം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. ചിലതൊക്കെ അവർക്കൊരു ഫൊർഗീവ്നെസ് ആണ് അവർ ചെയ്യുന്നത്. നിങ്ങളോട് ചെയ്തിട്ടുള്ള തെറ്റുകളും കാര്യങ്ങളെക്കുറിച്ചാണ് അവർ കൂടുതലായിട്ട് പറയുകയും ചെയ്യുന്നത്. സോ നമ്മൾ നെക്സ്റ്റായിട്ട് ചെക്ക് ചെയ്യാൻ പോകുന്നത് നിങ്ങളുടെ പേഴ്സൻ്റെ മെസ്സേജസ് എന്തൊക്കെയാണ്, നിങ്ങളോട് അവർ പറയാൻ ആഗ്രഹിക്കുന്ന ഹിഡൻ ആയിട്ടുള്ള മെസ്സേജസ് എന്തൊക്കെയാണ് എന്നുള്ള കാര്യമാണ് നമ്മൾ നെക്സ്റ്റ് ചെക്ക് ചെയ്യാൻ പോകുന്നത്. സോ അവർ പറയുന്നത് അവരാണ് നിങ്ങൾ റിലേഷൻഷിപ്പ് ഇത്രയേറെ മെസ്സാക്കിയത്, അതിലേക്ക് ഇത്രയേറെ അവർ നശിപ്പിച്ചത്, അല്ലെങ്കിൽ നല്ല രീതിയിൽ പൊക്കോട്ട് റിലേഷൻഷിപ്പിനെ കുളമാക്കിയത്, അതിൻ്റെ ഒരു ഭംഗി നഷ്ടപ്പെടുത്തിയത്, ആ അണ്ടർസ്റ്റാൻഡിങ് എല്ലാം നഷ്ടപ്പെടുത്തിയത് അവർ മാത്രമാണെന്നാണ് അവരിപ്പോൾ മനസ്സിലാക്കുന്നുണ്ട്. സോ അതുകൊണ്ട് നിങ്ങൾക്ക് ഒരുമിച്ച് ഈ ഒരു പ്രണയബന്ധം വീണ്ടും മെഗെയിൻ സ്റ്റാർട്ട് ചെയ്യാം, നിങ്ങൾക്ക് ഒരുമിച്ച് ഇത് മുന്നോട്ട് കൊണ്ടുപോവാം എന്നൊരു കാര്യമാണ് അവരിവിടെ ആഗ്രഹിക്കുന്നത്. സോ
പക്ഷെ ഒരു സമയത്ത് അവർ നിങ്ങളെയാണ് കുറ്റപ്പെടുത്തിയിരുന്നത്. നിങ്ങളുടെ ഭാഗത്തായിരുന്നു തെറ്റുണ്ടായിരുന്നത്, അവരുടെ ഭാഗത്ത് ശരിയായിരുന്നു. അവർ ചെയ്ത പ്രവൃത്തികളും കാര്യങ്ങളും നിങ്ങളോട് ചെയ്തിട്ടുള്ള എല്ലാ കാര്യങ്ങളും എല്ലാം ശരിയായിരുന്നു. നിങ്ങളുടെ ഭാഗത്തായിരുന്നു തെറ്റ്. നിങ്ങൾ അവരോട് ടോക്സിക്കായിട്ട് നിന്നു, അവരെ അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ നിന്നു, അവരൊരു മോശമായിട്ട് അവസ്ഥയിൽ നിങ്ങൾ കുറ്റപ്പെടുത്തി. പക്ഷെ അപ്പോഴെല്ലാം നിങ്ങൾ ചെയ്തുകൊണ്ടിരുന്നൊരു കാര്യം ശരിയായിട്ടുള്ള കാര്യമായിരുന്നു. നിങ്ങൾ ചെയ്തുകൊണ്ടിരുന്നെങ്കിൽ നിങ്ങളുടെ വ്യക്തി അത് മനസ്സിലാക്കിയില്ല എന്നൊരു കാര്യമാണ്. പക്ഷെ ഇപ്പം അവർ മനസ്സിലാക്കുന്നുണ്ട് നിങ്ങൾ ആ വ്യക്തിയുടെ ഒരു പാർട്ടാണ്, ഒരു ലൈഫിൻ്റെ ഒരു പാർട്ടാണെന്ന് ഇപ്പോൾ ഒരു സമയത്ത് അവർ മനസ്സിലാക്കുന്നുണ്ട്. സോ അതുകൊണ്ട് അവർക്ക് നിങ്ങൾ തിരികെ വേണം. കാരണം നിങ്ങളില്ലാത്തൊരു ലൈഫ് അവർക്ക് ഇമാജിൻ ചെയ്യാൻ പോലും പറ്റുന്നത്. നിങ്ങൾ വേണം അവരുടെ ലൈഫിൽ, നിങ്ങൾ വേണം. നിങ്ങളില്ലാത്തൊരു ലൈഫ് അവർക്ക് പറ്റില്ല. നിങ്ങളില്ലാതെ അവർക്ക് ജീവിക്കാൻ കഴിയത്തില്ല. നിങ്ങൾക്ക് കൊണ്ടോട് മാത്രമേ അവർക്ക് ജീവിക്കാൻ പറ്റത്തുള്ളൂ. സോ ഈ ഒരു നിമിഷത്തിൽ പോലും അവർ മനസ്സിലൂടെ കടന്നു പോകുന്നൊരു ചിന്തയെന്ന് പറയുന്നത്, നിങ്ങൾ ആദ്യം കണ്ടുമുട്ടിയത്, നിങ്ങളുടെ ഫസ്റ്റ് ഡേ നിങ്ങളെ നേരിട്ട് കണ്ടതാവാം, അല്ലെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ലോങ് ഡിസ്റ്റൻസ് ആയിട്ട് നിൽക്കുന്നവരാണെങ്കിൽ നിങ്ങൾ ഫസ്റ്റ് വീഡിയോ കോൾ ചെയ്ത് നേരിട്ട് കണ്ടതായിരിക്കാം. സോ നിങ്ങളെ എപ്പോഴാണോ നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ട് ഫേസ് ടു ഫേസ് കണ്ട ആ ഒരു ഓർമ്മയാണ് നിങ്ങളുടെ പേഴ്സൻ്റെ ഉള്ളിൽ നിൽക്കുന്നത്. സോ നിങ്ങളുള്ള അവർക്ക് ഭയങ്കര റൊമാൻറ്റിക് ആയിട്ടൊരു ഫീലിംഗ് ഇവിടെ ഫീൽ ചെയ്യുന്നുണ്ട്. ഭയങ്കര റൊമാൻറ്റിക് ആയിട്ടുള്ളൊരു ഫീലിംഗ് ആണ് അവർക്ക് ഇവിടെ ഫീൽ ചെയ്യുകയും ചെയ്യുന്നത്. സോ അവരുടെ ഈ ഒരു എന്താണ് ഇതിൻ്റെ കാരണം എന്ന് അവർ വ്യക്തമായിട്ട് അറിയുന്നില്ല. അതായത് അവർ ഇത്രയേറെ നിങ്ങളോടൊരു അറ്റാച്ച്മെൻറ്റ്, വീണ്ടും ഒരു ഇമോഷണൽ അറ്റാച്ച്മെൻറ്റ്, ഒരു ഫിസിക്കൽ അറ്റാച്ച്മെൻറ്റും എല്ലാ കാര്യങ്ങളും ഫീൽ ചെയ്യാനുള്ള എക്സാക്റ്റ് റീസൺ എന്താണെന്ന് അവർക്ക് അറിയത്തില്ല. പക്ഷെ നിങ്ങൾക്ക് അറിയാവുന്നൊരു കാര്യമാണ്, അവർ നിങ്ങളെ ഒരുപാട് ട്രസ്റ്റ് ചെയ്യുന്നുണ്ട്, നിങ്ങളിലേക്ക് വളരെയധികം അട്രാക്റ്റഡ് ആണെന്നും റൊമാൻറ്റിക് ആണെന്നും, വളരെയധികം ഫിസിക്കലി ആയാലും ഇമോഷണലി ആയാലും നിങ്ങളുടെ ക്യാരക്ടറിനോടായാലും എല്ലാത്തിനോടും അവർക്ക് ഭയങ്കര രീതി അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു ഫീലിംഗ് ഉണ്ടെന്നുള്ള കാര്യം നിങ്ങൾക്കറിയാലോ എന്നൊരു കാര്യം അവർ പറയുകയും ചെയ്യുന്നുണ്ട്. സോ നിങ്ങളെ തിരിച്ച് വിളിക്കുകയാണ്. ഈ ഒരു കാര്യങ്ങളെല്ലാം മറിഞ്ഞിട്ടും നിങ്ങൾ തിരിച്ച് വരണം, തിരിച്ച് കോണ്ടാക്റ്റ് ചെയ്യണം എന്നൊരു കാര്യമാണ് നിങ്ങളുടെ പേഴ്സണൽ മനസ്സിലുള്ളത്. സോ ഇതാണ് ഇന്നത്തെ റീഡിങ്ങിനകത്തുള്ളത്. സോ ഈ റീഡിങ്ങിനകത്ത് നിങ്ങൾ പറഞ്ഞിരിക്കുന്ന സിറ്റുവേഷൻസും ക്ലോസുമായിട്ടൊക്കെ നിങ്ങളുടെ കറണ്ട് സിറ്റുവേഷനായിട്ട് നിങ്ങൾക്ക് കണക്റ്റ് ആവുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ വീഡിയോ റെസൊണേറ്റ് ചെയ്യാം. അതേപോലെ തന്നെ നിങ്ങൾക്ക് ആർക്കെങ്കിലും പേഴ്സണൽ റീഡിങ് എടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഞാൻ ഇവിടെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. കോൺടാക്റ്റ് ചെയ്താൽ നിങ്ങൾക്ക് പേഴ്സണൽ റീഡിങ് എടുക്കാവുന്നതാണ്. പേഴ്സണൽ റീഡിങ് 24 hours റീഡിങ് തരുന്ന ഓപ്ഷൻ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് പേഴ്സണൽ റീഡിങ് എടുക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ കൊടുത്തിരിക്കുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക. ഓക്കെ, സോ എന്തായാലും വീഡിയോ സ്റ്റോപ്പ് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ നമ്മൾ ഫ്രീ റീഡിങ് ചെയ്യുന്നുണ്ട്. ആർക്കെങ്കിലും ഫ്രീ റീഡിങ് എടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ലൈവ് വീഡിയോ വരിക. ലൈവ് വീഡിയോ ചെയ്യുന്നത് അറിയണമെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോട്ടിഫിക്കേഷനോട് എനേബിൾ ചെയ്തിട്ടാൽ മാത്രമേ ലൈവ് വീഡിയോ ചെയ്യുന്ന ഒരു കാര്യം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനോടെ വരത്തുള്ളൂ. സോ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോക്കകത്തുള്ള. ഓക്കെ, താങ്ക് യു.